കൂടിക്കാഴ്ച എത്രത്തോളം ഫലപ്രദമായിരുന്നു? വയനാട്ടിൽ എന്ത് ഉറപ്പ് കിട്ടി? നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് സെൻട്രൽ ടീമിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ക്യാബിനറ്റ് സബ് കമ്മിറ്റി, ഫൈനാൻസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, അഗ്രികൾച്ചർ മിനിസ്റ്റർ അവരൊരു സമയബന്ധിതമായി ഇനി ഒട്ടും താമസിക്കാതെ ഒരു തീരുമാനമുണ്ട്. അത് ഇനിയൊരു ഡിലേ ഉണ്ടാവില്ല എന്നാണ് ഇന്ന് പറഞ്ഞത്. അത് ആശാവഹമായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ള ധാരാളം നിവേദനങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കടപരിധി വർദ്ധിപ്പിക്കുന്ന കാര്യം, നമ്മുടെ റോഡ്, നാഷണൽ ഹൈവേക്ക് റോഡ് എടുക്കുമ്പോൾ കിട്ടുന്ന കോമ്പൻസേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം മുഖ്യമന്ത്രിയുമായിട്ടും നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ സംസാരിക്കുന്ന പ്രോസസ്സിലാണ് നടക്കുന്നത്. ഇതിന് കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു സമയബന്ധിതമായി അനുകൂലമായി ഒരു തീരുമാനമെടുക്കും എന്നാണ് ഞാൻ ഇന്നത്തെ സംസാരത്തിൽ നിന്ന് വളരെ ഡീറ്റെയിൽസായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ഫയലുകളും അരമണിക്കൂറോടെ എടുത്തിട്ടാണ് സംസാരിച്ചത്. വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സംഭവം നമുക്കൊരു ശുഭവിശ്വാസമുണ്ട് ഈ കാര്യത്തിൽ. വയനാടിൻ്റെ കാര്യത്തിൽ എത്രയും വേഗം തീരുമാനം പ്രഖ്യാപിക്കും. വയനാടിൻ്റെ കാര്യം മാത്രമല്ല, ഞങ്ങളെടുത്തത് വയനാട് മാത്രമല്ല, വയനാടിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. കേന്ദ്ര ടീമിൻ്റെ കിട്ടി, സംസ്ഥാനത്തിൻ്റെ കിട്ടി. അപ്പോൾ എനിക്ക് സമയബന്ധിതമായി തീരുമാനമെടുക്കണം. മറ്റൊരു പ്രത്യേക പാക്കേജ് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തന്നെയാണ് റിപ്പോർട്ട് അനുസരിച്ചേ വരുള്ളൂ. സംശയമുള്ളത് ഒരു പാക്കേജ് ആയിട്ടാണോ അതല്ലെങ്കിൽ ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിട്ട് അതിലേക്ക് അതല്ല, അത് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നല്ല, അത് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് തന്നെ വരും. കാരണം ഡിസാസ്റ്റർ ഫണ്ട് കേരളത്തിന് ഇനി വരാൻ പോകുന്ന ദുരിതങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ കേരളത്തിന് കിട്ടുന്നൊരു ഫണ്ടാണ്. നമുക്കിപ്പോൾ വേണ്ടത് വയനാട് ദുരന്തത്തിൽ കിട്ടേണ്ട പ്രത്യേക പാക്കേജാണ് നമുക്ക് വേണ്ടത്. അതാണിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് കേന്ദ്ര ടീമും സമാനമായ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വേഗം തന്നെ ആ പാക്കേജ് ലഭ്യമാകുമെന്ന് തന്നെ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമുക്ക് സമയബന്ധിതമായ താമസിക്കാതെ, കാരണം ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ദുരിതമുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് കണ്ട കാര്യങ്ങളാണ്, സെൻട്രൽ ടീം കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യത്തിലേക്ക് ഒരു തീരുമാനം സമയബന്ധിതമായി ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെട്ടത്. ആ രീതിയിലുള്ള മറുപടിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ സഹായം ലഭിക്കുമെന്നുള്ളതിൽ ഒരു ഉറപ്പ് ഈ സഹായം ലഭിക്കുമെന്ന് ഉറപ്പാണ്, തരും. സമയബന്ധിതം 1500 കോടിയല്ലേ പാക്കേജ്? അത് അവിടെ ഡീറ്റെയിൽസ് വരണം. ഡീറ്റെയിൽസ് വന്നാലേ അല്ല, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇന്ന് വിളിപ്പിച്ചല്ലോ. നമ്മൾ 2 മീറ്റിങ്ങിൽ പോയി പല കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് ഈ വയനാടിന് മുമ്പുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ വയനാടാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്. മറ്റ് പ്രശ്നങ്ങളുണ്ട്, പലതും സംസാരിച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് വയനാടിൻ്റെ ഇഷ്യൂ തന്നെയാണ്. അതിനൊരു പരിഹാരമുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. വിളിപ്പിച്ചിരുന്നു, ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇത്രയും ഞങ്ങൾ അരമണിക്കൂറോളം ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതിന് ശേഷമാണ് എന്നോട് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ക്യാബിനറ്റ് കമ്മിറ്റി, സബ് കമ്മിറ്റി എപ്പോഴൊക്കെ കൂടുക എന്നതിനെപ്പറ്റി ഏകദേശ ധാരണ സമയബന്ധിതമായി തീർക്കാമെന്ന് പറഞ്ഞാൽ എത്രയും വേഗം കൂടുമെന്നല്ലേ. നല്ല സമയബന്ധിതമായിട്ട് തീർക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ കേരളാവസ്ഥ പത്രക്കാരുണ്ട്, എന്ത് മറുപടി പറഞ്ഞു? അവർ പറഞ്ഞു സമയബന്ധിതമായി തീർക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ല, ഉറപ്പ് നമുക്ക് സഹായം കിട്ടും സമയബന്ധിതമായി എന്നുള്ള ഒരു ഉറപ്പ് കിട്ടി. അധികം നീണ്ടുപോകില്ല എന്നാണ് നമ്മുടെ എല്ലാവരും വിശ്വാസം. അപ്പോൾ കേന്ദ്ര ടീം എടുത്ത ശുപാർശകൾ എന്താണെന്ന് അറിയാൻ പറ്റും. അത് നമുക്കറിയാം. നമ്മുടെ ഫയൽ കണ്ടിട്ടില്ലല്ലോ. അവർക്കെല്ലാം ഉണ്ടാകാൻ യാതൊരു സാധ്യത പറഞ്ഞില്ല. ഞങ്ങൾ ഇന്ന് സംസാരിച്ച സന്ദർഭത്തിൽ മറ്റൊത്തിരി ആളുകൾ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക സമയമെടുത്തിട്ടാണ് ഈ ഫയൽ ഞാൻ മാധ്യമങ്ങളോട് എന്താ പറയേണ്ടത് എന്ന് ചോദിച്ചു. പറഞ്ഞു സമയബന്ധിതമായി തീർക്കും എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല. അതുവരെ ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചകളേക്കാൾ കൂടുതൽ സന്തോഷത്തിലാണ് ഇന്ന്. സ്വാഭാവികം, കേരളത്തിന് ഗുണകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ സന്തോഷമല്ലേ. നമ്മളിപ്പോൾ എയിംസിന് വേണ്ടി പോയി, ഇപ്പോൾ നമ്മൾ എയിംസിൻ്റെ പുറകെയാണ്. നടക്കുമ്പോൾ നമുക്ക് സന്തോഷം കൂടുതലാണ്. നമ്മൾ എയിംസ് ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ അതിൻ്റെ പുറകെയാണ്. അപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സാമ്പത്തിക സഹായം കേരളത്തിന് ഉടനെ ലഭിക്കും. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന്, ധനമന്ത്രിയിൽ നിന്ന് നേരിട്ട് ഉറപ്പ് ലഭിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. വെളുത്ത പുകയാണ് വൈക്കോലെന്താ കത്തേക്കാന്ന്